കേരളത്തിന്റെ മത്സ്യബന്ധന മേഖല തകരുന്നു. ചൂട് കടുത്തതും അശാസ്ത്രീയവും അനധികൃതവുമായ മത്സ്യബന്ധന രീതികളും തീരദേശ മേഖലയെ പട്ടിണിയിലാക്കിയിരിക്കുകയാണ്. ഭീകരമായ തോതിലാണ് മത്സ്യസമ്പത്ത് ഇല്ലാതായിരിക്കുന്നത്. ഇതോടെ മത്സ്യബന്ധന പട്ടിണിയിലിരിക്കുകയാണ് തീരം. 1000-ഓളം യന്ത്രവൽകൃത ബോട്ടുകളാണ് സംസ്ഥാനത്തെ ഹാർബറുകളിലുള്ളത്. ഇവയിൽ ഭൂരിഭാഗവും ഹാർബറിൽ കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ചയാണിത്. യന്ത്രവൽകൃത ബോട്ടുകളുടെ ആധിക്യവും സംസ്ഥാനത്തിന് പുറത്തുള്ള വൻകിട കമ്പനികൾക്കായി അനധികൃത ജുവൈനൽ ഫിഷിംഗും വ്യാപകമായിരുന്നു. ഇതാണ് ഈ മേഖലയെ തകർത്തതെന്ന് ഹാർബർ അസിസ്റ്റന്റ് ഡയറക്ടർ അനിൽകുമാർ പറയുന്നു. നല്ല അട്രാക്റ്റീവായിട്ട് വില കിട്ടുന്നുണ്ട്. അപ്പോൾ ബോട്ടുകളുടെ മെയിൻ വരുമാന മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ജുവനൈൽ ഫിഷിംഗ് ആയി മാറി. അതാണ് ഈ മേഖലയുടെ തകർച്ചയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു ഘടകം. എന്നാൽ ആഴക്കടലിൽ വൻകിട കപ്പലുകൾ മത്സ്യസമ്പത്ത് ഊറ്റിയെടുക്കുന്നത് സർക്കാർ നിയന്ത്രിക്കാത്തതാണ് പ്രതിസന്ധിക്കിടയാക്കുന്നത്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധമാണ് കടൽ ശൂന്യമായിക്കൊണ്ടിരിക്കുന്നതെന്ന് ബേപ്പൂർ ഹാർബർ വികസന സമിതി ചെയർമാൻ കരിച്ചാലി പ്രേമൻ പറഞ്ഞു. അതായത് വിദേശ ട്രോളുകൾ കടലിൽ എങ്ങനെ ഫിഷിംഗ് നടത്തുന്നുണ്ട്, അവർ എത്ര ടണ്ണ് മത്സ്യം പിടിക്കുന്നുണ്ടെന്നെല്ലാം ഇവിടെ അന്വേഷിക്കാനും മറ്റുള്ള തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. നമ്മളെ തൊട്ടടുത്തുള്ള കർണാടകയിലും കർണാടകയിൽ നിന്നും മറ്റുള്ള വ്യാപകമായിട്ട് ബോട്ടുകൾ വന്നുകൊണ്ട് ഇവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. എന്ത് നിരോധനം അവിടെ ഉള്ളത്? സീസൺ പിന്നിടുമ്പോഴും കേരളത്തിന്റെ മത്സ്യബന്ധന മേഖല വറുതിയിലാണ്. കടുത്ത വേനലും അശാസ്ത്രീയവും അനധികൃതവുമായ മത്സ്യബന്ധന രീതികളും ഈ മേഖലയെ പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ അരുൺ മാത്യുവിനൊപ്പം ടി കെ സബീന, റിപ്പോർട്ടർ.